ഹായ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ചെറിയ ഒരു പ്ലാന്റ് ടാങ്കാണ് ചെയ്യുന്നത്. ഷ്രിമ്പ് മാത്രം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാങ്കാണ്. ഒരു 1 ഫുട്ടാണ് അതിന്റെ ലെങ്ത് വരുന്നത്. അപ്പോൾ ഇതിൽ പ്ലാന്റിംഗ് ഉണ്ട്, കുറച്ച് ഡ്രിഫ്റ്റ് വുഡ് ഉപയോഗിക്കുന്നുണ്ട്, കുറച്ച് സ്റ്റോൺസ് ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻഡ് ടു എൻഡ് എല്ലാവരും കാണാൻ. അപ്പോൾ നമുക്ക് വീഡിയോ പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ അക്വേറിയം. ഇതൊരു 1 ഫുട്ട് ലെങ്ത് ആണുള്ളത് കേട്ടോ. ഇതിന് ഓൾറെഡി ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട്. പിന്നെ എക്സ്ട്രാ ക്ലിയർ ഗ്ലാസ്സിൽ ബ്ലൂ പെറ്റിന്റെ ഒരു ടാങ്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം ഇത് നമുക്ക് ഒരു ഷ്രിമ്പ് മാത്രം വളർത്താനുള്ള ഒരു ടാങ്ക്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്ലാന്റ്സ് ആണ്. ഒന്ന് നമ്മൾ മോണ്ടിക്കാർലോ 2 ബോക്സ് ഉണ്ട്, പിന്നെ ജാവമോസ് 2 ബോക്സ് ഉണ്ട്, പിന്നെ ഒരു 4-5 അനൂബിയാസ്. ഇതൊക്കെ നമ്മൾ അധികം വുഡിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ സ്കേപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡ്രിഫ്റ്റ് വുഡ് 2 എണ്ണം. അത് നമ്മൾ ഒട്ടിച്ചെടുക്കും, എന്നിട്ടൊരു നല്ല ഒരു മോഡലിൽ അതിൽ ഫിറ്റ് ചെയ്യും. പിന്നെ ഈ ഡ്രാഗൺ സ്റ്റോൺ ആണ്. ഈ ഡ്രാഗൺ സ്റ്റോൺ നല്ല രീതിയിൽ വെച്ചാലേ അതിന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സോയിൽ ഇതാണ്, ADയുടെ സോയിലാണ്. അപ്പോൾ അതിൽ ഫെർട്ടിലൈസർ വിത്ത് ഇതാണ് എൻ്റെ ഫെർട്ടിലൈസർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഈ സോയിലിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് നമ്മൾ പൊട്ടിച്ച് ഈ മണ്ണിന്റെ അടിയിൽ ഓരോന്നോരോന്നായിട്ട് അതിനുശേഷം നമ്മൾ ഒരു സൈഡ് മൗണ്ട് പോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് കൈ കൊണ്ടായാലും ചെയ്യാം. അതിന്റെ ടൂൾസ് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് കൈ കൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ചെയ്യുന്നത്. പിന്നെ നമുക്ക് കിട്ടിയ സാധനങ്ങളൊക്കെ വെച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് പിന്നെ ഫോർമേഷൻ വരുമ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. മാത്രമല്ല ഫിൽറ്റർ വെക്കുന്ന ഏരിയയിലേക്ക് കുറച്ച് സ്ലോപ്പ് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഡേർട്ടോ വേസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഫിൽറ്റർ നന്നായി വലിച്ചു പോകും. അങ്ങനെയാണ്. അപ്പം നമ്മൾ മറ്റേ ഫെർട്ടിലൈസർ ടാപ്സ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അതിനൊന്ന് ഷേപ്പാക്കി എടുക്കുകയാണ് വേണ്ടത്. അടുത്ത നമ്മുടെ റോക്ക് ഒന്ന് വാഷ് ചെയ്തെടുത്ത്, ഇത് ഡ്രാഗൺ റോക്കാണ്. ഒന്ന് വാഷ് ചെയ്തെടുത്ത് ഇതിലെ ഷേപ്പാക്കി വെക്കാം. നമ്മളുടെ വുഡ് ഇതും കൂടി ഒന്ന് വെച്ച് ഷേപ്പായി നോക്കാം. അതിനുശേഷം തീരുമാനിക്കാം ഏത് ഷേപ്പാണ് വേണ്ടതെന്ന്. ഞാൻ വെച്ചിട്ടുള്ളത് ഇതാണ്. റോക്ക് ഈ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യണ പോലെ നമ്മളുടെ എന്താ പറയാ ഡ്രിഫ്റ്റ് വുഡ് 2 കൂടി ഒട്ടിച്ച് ഒരുപോലെ ആക്കി. ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഗ്യാപ്പ് കുറവാണ്. അത് നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറുതായിട്ടൊന്ന് ഞാൻ വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പ്ലാന്റ്സ് ഒക്കെ വെക്കാം. നമ്മളുടെ മോണ്ടിക്കാർലോ ആണ്. ഇത് ടിഷ്യൂ കൾച്ചർ പ്ലാന്റ് ആകുമ്പോൾ അതിലുള്ള ജെല്ലുണ്ട്. ആ ജെല്ല് നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതിൽ വെക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതുപോലെ ഞാൻ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുക്കാം. എൻ്റെ ടൂൾസ് ഇല്ല, അതുകൊണ്ട് ഞാൻ ചെറിയ ചൂസറാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ എത്രത്തോളം ആവുന്ന അറിയില്ല. ഇതാണ് നമുക്ക് മോളിൽ നിന്നുള്ള ലുക്ക്. ഈ ഒരു ഷേപ്പ് നമ്മളെ ക്ലയന്റിന് ഇഷ്ടമായി. അപ്പൊ ഇതുപോലെയാണ്. അപ്പൊ നമ്മൾ ചൂസർ വെച്ചിട്ടാണ് മോണ്ടിക്കാർലോ വെക്കുന്നത്. പക്ഷെ അത്ര സേഫ് അല്ല. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ള ടൂൾസ് തന്നെ വെച്ച് വെക്കായിരിക്കും നല്ലത്. ഇത്രയൊക്കെ ഞാൻ വെച്ചു, പക്ഷെ അധികം ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം നമ്മൾക്ക് ടൂൾസിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതിന്റെ പ്ലാന്റിങ്ങിന് ഉപയോഗിക്കുന്ന ടൂൾസ് തന്നെയാണ്. അതാണ് നമ്മളിപ്പോൾ അത് വേറെ ഒരു സെറ്റ് ടൂൾസ് വാങ്ങി, ഒരു 5 ടൈപ്പ് ആക്സസറീസ് ആണ് ഇതിലുള്ളത്. അപ്പൊ അതാകുമ്പോൾ നമുക്ക് വളരെ ഈസിയാണ്. നല്ല ലെങ്ത്തും ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വെക്കാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ സുഖമാണ്. അതിൻ്റെ ഇടയിലൊക്കെ വെക്കാം. പിന്നെ റോക്കിലൊക്കെ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വെക്കാം. അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. അപ്പൊ നമ്മളിത് വീണ്ടും രണ്ടാമത്തെ സെറ്റ് പ്ലാന്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ എടുത്ത് പാർട്ടീഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മൗണ്ടായി നിൽക്കുന്ന ഏരിയയിൽ നല്ല തിക്കായിട്ട് ഗ്രാസ്, അതായത് മോണ്ടിക്കാർലോ വളരണം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി അടുത്തടുത്ത് വെച്ചു കൊടുത്താലാണ് പെട്ടെന്ന് ഗ്രോ ആയിട്ട് അതിന്റെ ഫുൾ ബോട്ടം കവർ ചെയ്യുള്ളൂ. അതാണ് നമ്മുടെ പ്ലാൻ. കണ്ടോ, ഇതാണ് നമ്മൾ മുകളിൽ നിന്നുള്ള അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചൂസർ എടുത്ത് ഇതാണ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഒരു ചൂസർ, വലുതാണ്. അപ്പൊ ഒന്ന് പ്രസ് ചെയ്ത് മണ്ണിന്റെ ഉള്ളിലാക്കി പുറത്തേക്ക് ഇതായി എടുത്തു കഴിഞ്ഞാൽ തന്നെ അതവിടെ ഇരിക്കും. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ നമുക്ക് പ്ലാന്റിങ് ഫുള്ളാക്കാം. പ്ലാന്റിംഗ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഷേപ്പിന് ചെറിയ ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ സ്കേപ്പ് ചെയ്യാനുള്ള മറ്റൊരു ടൂളാണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ഈ ഇതിന്റെ സോയിലൊക്കെ പോന്നിട്ടുള്ളതൊക്കെ ഒന്ന്
സെറ്റാക്കി കൊടുക്കുക. അതിലെന്തെങ്കിലും ഇളകിയിരിക്കുന്നത് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്ത്. അപ്പൊ ഏകദേശം നമ്മുടെ പ്ലാന്റിങ്, അതായത് നമ്മളുടെ അടിയിലത്തെ പ്ലാന്റുകൾ മാത്രമേ വെച്ച് കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് അനൂബിയാസും മോസൊക്കെ മുകളിൽ സെറ്റ് ചെയ്ത് വരുമ്പോഴേ അതിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് വരുള്ളൂ. ഇത് ഇപ്പൊ പ്ലാന്റ് ചെയ്യാനുള്ള ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ ടാങ്കാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്യാപ്പിലൊക്കെ പ്ലാന്റിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും നമുക്ക് അടിയിലത്തെ പ്ലാന്റിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ മോസ് ഫിറ്റ് ചെയ്യാം. അതായത് മോസ് എങ്ങനെയാണ് വരുന്നത്, അപ്പൊ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാർട്ടീഷൻ ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് അതിന് ഗ്ലൂ ഉണ്ട്, ആ ഗ്ലൂ വെച്ച് നമ്മളത് ഒട്ടിച്ചു കൊടുക്കും. ഉണ്ടോ, ഇതിന്റെ ഒരു മെഷൊക്കെ ഉണ്ട്. ആ മെഷമെന്ന് വേണമെങ്കിൽ മെഷ് അടക്കം വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ മെഷ് ഇല്ലാതെ തന്നെ നമുക്കെടുത്ത് അതിൽ നിന്ന് മാറ്റി ഗ്ലൂ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ മോശമൊക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞു. മീൻസ് അതൊക്കെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഉണ്ട്. ഇനി നമുക്ക് അനൂബിയാസും കൂടി കറക്റ്റായിട്ട് പ്ലാന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, പ്ലാന്റ് ചെയ്യല്ല, അനൂബിയാസ് നമ്മൾ ഒരിക്കലും മണ്ണിലല്ലല്ലോ വെക്കുന്നത്, നമ്മൾ വുഡിലും റോക്കിലായിട്ടാണ് അനൂബിയാസ് വെക്കുന്നത്. അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഏകദേശം വർക്ക് അവസാനിച്ചു. ഓക്കെ, ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് സമയമെടുക്കും. മാത്രമല്ല നമ്മൾ ശരിക്കും ഈ ഡ്രിഫ്റ്റ് വുഡിലൊക്കെ പ്ലാന്റ്സ് ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു പൊസിഷൻ നോക്കി കറക്റ്റായിട്ട് ചെയ്യണം. മാത്രമല്ല അധികം ഗം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സിന് അത് കേടാണ്. അപ്പോൾ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമ്മളത് കണക്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ പ്ലാന്റിങ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. നമുക്ക് അതിൻ്റെ ടോപ്പ് വ്യൂ ഒന്ന് മുകളിൽ നിന്ന് കാണാം. കണ്ടോ, ഇതാണ് നമ്മൾ മോസൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെയാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ റോക്കിൻ്റെ സൈഡിലും ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊന്ന് പ്ലാന്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോഴേ കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് നമ്മൾ കാർപ്പറ്റ് പ്ലാന്റ് കവർ ആവും. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് അല്ല. ഇനി നമുക്ക് അനൂബിയാസും കൂടി കറക്റ്റ് പ്ലേസ് നോക്കിയിട്ട് പ്ലാന്റ് ചെയ്ത് നോക്കണം. ഈ ഗ്യാപ്പിലൊക്കെ നമ്മൾ മോണ്ടിക്കാർലോ വെച്ച് കൊടുത്തിട്ടുണ്ട്, എന്നാലേ അതിൻ്റെ ഉള്ളിൽ അത് വളർന്ന് തിക്കായിട്ട് വരുള്ളൂ. അപ്പം നമ്മൾ അനൂബിയാസും കൂടി അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഓരോ ഗ്യാപ്പ് നോക്കിയിട്ട് ചെറുതായിട്ട് ഗമ്മ് പറ്റിയിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആ പ്ലാന്റ് ഈ റോക്കിലും വെച്ചിട്ടുണ്ട്, അനൂബിയാസ് നമ്മളുടെ വുഡിലും വെച്ചിട്ടുണ്ട്. ഒരു ഏകദേശം ഒരു നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളം നിറച്ചു, അതിനുശേഷമുള്ള വ്യൂ ആണിത്. വെള്ളം നിറച്ചപ്പോൾ മുകളിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് കണ്ടോ. അപ്പോൾ നമ്മൾ മോസ് ഒരു ഭാഗം മുകളിലേക്ക്, വെള്ളത്തിന്റെ മുകളിലേക്ക് നിൽക്കും. അതങ്ങനെയായാലും വളരും. മോസിനൊരു നനവ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വെള്ളത്തിൽ അല്ലെങ്കിലും പുറത്തായാലും നന്നായി വളരും. അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു രൂപമായിരിക്കും. ഇപ്പൊ നമ്മളൊരു മാസത്തിന് ശേഷമുള്ള ഒരു ലുക്കാണിത് കേട്ടോ. 2 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതുപോലെ ഫുള്ളായി. അപ്പൊ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.